നല്ല ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് കിടക്കണതിന് മുൻപാണ്ട് ഞാൻ മാവ് അരച്ചിരിക്കണത്. അപ്പോൾ പിന്നെ പേടിക്കാനൊന്നുമില്ല. പൊങ്ങൂല എന്നുള്ള പേടിയേ വേണ്ട. കാരണം അത്രയ്ക്ക് നല്ല ചൂടാണ്. തണുപ്പ് കാലാവസ്ഥയും കാര്യങ്ങളാകുമ്പോഴാണ് മാവ് പൊങ്ങാതിരിക്കുക. ഇപ്പോൾ പിന്നെ നല്ല ചൂടായതുകൊണ്ട് കിടക്കണതിന് മുമ്പ് അരച്ചാലും ആൾ പൊങ്ങിയിട്ടുണ്ടാവും രാവിലേക്ക്. ഇനി പിന്നെ കുറച്ച് പണിയുണ്ട്. രണ്ടാമത്തെ നാത്തൂന് വന്നേന്നു ഞങ്ങൾ ആശുപത്രിയിലായ ടൈമിൽ. അപ്പോൾ ചേച്ചി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കടയിൽ പോയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കടയിലല്ല മാവേലിയിൽ പോയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം. ചേച്ചി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കുപ്പിയിലാക്കി വെക്കാനുള്ള പരിപാടിയിലാണ്. കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ അല്ലല്ലോ, മോളും ഏട്ടനും പിന്നെ വന്ന് അങ്ങോട്ട് പോരും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ മേടിച്ചതാണ് ചേച്ചി പോയിട്ട്. അപ്പം ഞാനതൊക്കെ ഒന്ന് കുപ്പിയിലാക്കട്ടെ കേട്ടോ. കുറേ അധികം സാധനങ്ങളുണ്ട് കേട്ടോ. ചെറുപയർ, ഉഴുന്ന് പരിപ്പ്, കടല, പിന്നെ കുറേ ശർക്കര, കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഉലുവായിട്ടും കടുകായിട്ടും. ഇതൊക്കെ മാവേലി സ്റ്റോറിൽ നിന്ന് മേടിച്ചത് തന്നെയാണ് കേട്ടോ. പുറത്തത്തെ കടകളൊന്നും മേടിച്ചതല്ല, മാവേലി സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചാൽ പ്രാണികളൊന്നും കയറില്ല കേട്ടോ. അല്ലെങ്കിൽ പ്രാണികളൊക്കെ കയറി വേഗം കേടൊരു സംഭവം. പഞ്ചസാര 2 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. പഞ്ചസാര ഇവിടെ ഉണ്ട്, റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പഞ്ചസാര ഉണ്ട്. അപ്പോൾ പിന്നെ ഇത് ഞാൻ ഇടണില്ല. കാരണം അത് പഴയ പഞ്ചസാരയാണ് റേഷൻ കടയത്തത്. അപ്പം ഞാൻ അത് ഇട്ടാൽ ഈ പുതിയ പഞ്ചസാര രണ്ടും കൂടെ കേടുവരും. അപ്പോൾ പിന്നെ ആ ഒരു പഴയ പഞ്ചസാര കഴിഞ്ഞിട്ട് ഇടാന്നുള്ള രീതിയിലാണ് ഞാൻ അത് അയക്കിടുന്നില്ല. വേറൊരു ചെറിയ കുപ്പിയുണ്ട്, അയക്കി മാറ്റി വെച്ചിട്ടുണ്ട് പഞ്ചസാര. ഈ സമയമായപ്പോൾക്ക് കുട്ടികളും ഏട്ടനൊക്കെ കിടന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എൻ്റെ കൂടെ പണിക്ക് ആളുണ്ടാവും. ആൾ ഉറങ്ങിയതുകൊണ്ടും ആൾക്ക് വയ്യാത്തതുകൊണ്ടും. വയ്യാത്തതിൻ്റെ ഇതൊന്നും ഇല്ല കേട്ടോ. ആൾ പാറുകയാണ്. പിടിച്ചാലൊന്നും കിട്ടണില്ല ആളെ. എന്നൊക്കെ കാണാം. അടങ്ങി നിൽക്കൂല. തലമ്പൊരു കെട്ടുണ്ടെന്ന് തന്നെ ഉള്ളൂ. ആളെ സ്വഭാവം തന്നെ പഴയ പോലെ തന്നെ. അങ്ങനെ എൻ്റെ കുപ്പിക്കുള്ളിലാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഇപ്പം എന്താണെന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിപ്പോൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അവിടെ ആണെങ്കിൽ ലൈറ്റ് ഇല്ല. അപ്പോൾ ഞാൻ ഇനി അവിടെ നിന്നോട്ടെ, നാളെ രാവിലെ എടുത്ത് വയ്ക്കാമെന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ. അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ. അതും കൂടെ ഒന്ന് കഴുകി വെച്ചിട്ടോ. എന്നാൽ പിന്നെ ഇനി രാവിലെ അങ്ങോട്ട് എണീറ്റാൽ മതി. എണീക്കുക, ദോശ ചുടുക, ഇഡലി ചുടുക. ഈ ഒരു പണികളുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ സിമ്പിളായില്ലേ. ഞാൻ പോയി കിടക്കട്ടെ. കുറേ നേരമായി അടുക്കളയിൽ പൊരുന്തി നിൽക്കണ്. ഉറക്കം വരൽ തുടങ്ങിയാണ്. എത്തത് എന്നു തന്നെയല്ലേ പണി. അങ്ങനെ പിന്നെ നേരമൊക്കെ വെളുത്ത് നമ്മളെ ഗോതയിലേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ്. കാരണം മാവൊക്കെ അരച്ച് വെച്ചതുകൊണ്ട് പണിയെടുക്കാൻ നല്ലൊരു സന്തോഷമാണ്. അങ്ങനെ പല്ലേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം നമ്മുടെ കുപ്പിയും പാട്ടയൊക്കെ അപ്പുറത്ത് കൊണ്ടുവയ്ക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇന്നലെ പിന്നെ രാത്രി ആയതുകൊണ്ട് കൊണ്ടുവയ്ക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ എണീറ്റ പാടെ പല്ലൊക്കെ തേച്ച് ശേഷം പിന്നെ ആ ഒരു സംഭവങ്ങളൊക്കെ കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ തേജുട്ടന് നമ്മളെ ചട്നിയില്ലേ, അത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മല്ലിച്ചപ്പിൻ്റെ വേറൊന്നും ഉണ്ടാവില്ല, നമ്മുടെ നിലത്ത് കൂടെ ഒക്കെ ഉണ്ടാവുന്ന, അതിൻ്റെ പേരെന്താ എനിക്കറിയില്ല. അറിയണവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളി. അപ്പോൾ ആ ഒരു സംഭവമുണ്ട് വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ. അപ്പോൾ അവിടുന്ന് പറിച്ചു കൊടുന്നു കേട്ടോ. അത് വെച്ച് ചട്നി ഉണ്ടാക്കാം. പിന്നെ സാമ്പാറുണ്ട്. സാമ്പാർ പിന്നെ അവന് അങ്ങനെ ഇഷ്ടമല്ല. ചട്നി ആയാൽ നല്ല ഇഷ്ടമാണ്. ഉമ്മക്ക് കിട്ടൂട്ടേക്ക് വയസ്സ് കറി ഇഷ്ടമായിട്ട് അമ്മ സൂപ്പറായിന് ഉമ്മ എന്നൊക്കെ പറഞ്ഞ് തന്നെ കേട്ടോ. അല്ലാതെ ഞമ്മക്കുള്ളത് ഇഷ്ടമുണ്ടാക്കിയിട്ട് കാര്യമില്ല, ഓൾക്കത് പറ്റൂല. അപ്പം നമ്മളെന്ത് ചെയ്യും, ഓൾക്കും കൂടെ ഇഷ്ടമുള്ളത് ഉണ്ടാക്കും. അല്ല പിന്നെ അപ്പം പിന്നെ തിന്നൽ നിർബന്ധമല്ലേ. ഞാനാണെങ്കിൽ തിന്നാതെ വിട്ടൂല കേട്ടോ. അത് വേറെ കാര്യം. ഓൾക്ക് എന്താ വേണ്ടത് ചത്തറുണ്ടായി കൊടുക്കും. പിന്നെ ഓൾക്ക് ഇങ്ങോട്ട് പറയാനുള്ള അവസരം ഞാൻ കൊടുക്കൂല. എൻ്റെ ഒരു ഹാൽദീൻ്റെ ഇതിന് മേടിച്ച ഡ്രസ്സാട്ടോ, വീടിൻ്റെ അടുത്തുള്ള ചെറിച്ചൻ്റെ മോളെ കല്യാണത്തിന്. അപ്പോൾ എന്തായാലും അത് കരിമ്പം കുത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒഴിവാക്കാനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നല്ലോണം മുഖത്തിലാക്കിയിട്ട് അങ്ങോട്ട് ഒഴിവാക്കാമെന്ന് വെച്ച് ഞാനിപ്പോൾ വീട്ടിലിടൽ തുടങ്ങിയിട്ടോ. ഷീലെടുത്ത് അടുപ്പിച്ച ഡ്രസ്സാട്ടോ അത്. അപ്പോൾ നമ്മളതൊന്നും പറയണില്ല. നമ്മളെ ചട്നി ഉണ്ടാക്കട്ടെ കേട്ടോ. ഉമ്മച്ചട്നി. തേജുട്ടൻ ഉമ്മ തരുന്ന ചട്നിയാണിത്. ഇതുണ്ടാക്കിയ അവന് നല്ല ഇഷ്ടമാണ്. ഈ ഇലയാണ് കേട്ടോ. ആ ഇല നമ്മളെ വീട്ടിലൊക്കെ അധികം വീട്ടിലുണ്ടാവും. ഇത് ഒരു തൈ ഉണ്ടായാൽ മതി. പിന്നെ ആകെ പരന്ന് പന്തലിച്ചല്ല ആകെ ഉണ്ടാവും. മുറ്റം നിറയെ പിന്നെ നടക്കാൻ കഴിയൂല. അങ്ങനെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഊരവേദന, കൈവേദന, കാൽവേദന ഉള്ളവരൊക്കെ അല്ലേ ഇങ്ങനെ തന്നെ നന്നാക്കണം കേട്ടോ. തേങ്ങ ചിരവണം കേട്ടോ. ഈ നിന്നും അതുപോലൊക്കെ ചിരവിയിട്ടാണ് നമുക്ക് ഈ അസുഖങ്ങളൊക്കെ വേഗം വരുന്നത്. ഇങ്ങനെയൊക്കെ ചിരവി കഴിഞ്ഞാൽ പണ്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ തന്നെ ഇതിൽ ചിരവിയത്. ഇതേപോലെ ഒന്നും ചിരവി കഴിഞ്ഞാൽ ഒരു അസുഖങ്ങളും ഉണ്ടാവില്ല കേട്ടോ. ഇന്നത്തെ ആളുകൾക്കൊക്കെ സൗകര്യം കൂടിയപ്പോൾ അസുഖങ്ങളും കൂടി മടിയായി. ഞാൻ പറഞ്ഞില്ലേ.
ഇതൊന്നും ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഇതൊക്കെ എപ്പോഴും കൊണ്ടുപോകണം. ഇപ്പൊക്കെ നിന്ന് ചെലവണതും പൊടിക്കണതൊക്കെ ആയതുകൊണ്ട് ആർക്കും ഇതിനൊന്നും നേരല്ല. ഇജ്ജത്തിന് എല്ലാവരോടും ഇങ്ങനെ പറയണ എനക്കട് ചിലവിയാൽ പോരെന്നാവും. മതി, എന്നാലും ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളൂ. തേങ്ങ ഉള്ളതുകൊണ്ട് ഇപ്പം തേങ്ങ അരക്കാനും വെക്കാനും ഒക്കെ നല്ല സന്തോഷമാണ്. തേങ്ങ അല്ലെങ്കിലോ കണ്ടും കൂടാ. അല്ല, നിങ്ങളെ വീട്ടിലൊക്കെ എന്താണ് ചായയും കടിയൊക്കെ? ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഇഡലി അതുപോലെ തന്നെ നമ്മളെ ദോശ കേട്ടോ. മക്കൾക്ക് ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ദോശയാണ് ഇഷ്ടം. അതും ആ ചൂടോടെ ക്രിസ്പി ആയിട്ട് കിട്ടും വേണം. തണുത്തതും കുഴഞ്ഞതും ഓൽക്ക് പറ്റൂല കേട്ടോ. ഇക്ക് അതേപോലെ തന്നെയാണ്. ഇക്കും തന്നെ തിന്നാൻ നേരത്തെ ചുടുക, ആ ഒരു ചട്നിയിലും ആ ഒരു സാമ്പാറിലൊക്കെ മുക്കിയാട് അപ്പം തന്നെ തിന്നുക. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. ഞാൻ പിന്നെ ഫസ്റ്റ് തന്നെ ഇഡലി ഉണ്ടാക്കും. ഇഡലി ഇഷ്ടമുള്ളവർ 2 ആൾക്കാരുണ്ട്, ഓല അതും കഴിക്കും. ഞാനും മക്കളും നമ്മുടെ ദോശയും കഴിക്കും കേട്ടോ. ഇഡലി കഴിക്കൂല എന്നല്ല, ഏറ്റവും ഇഷ്ടം ഏതാന്ന് ചോദിച്ചാൽ ഇഡലി ദോശ എന്ന് പറയും. അപ്പോൾ നമ്മൾ നമ്മുടെ ചട്നിയെ വിറവിടട്ടെ കേട്ടോ. വിറവ് ഒരു ദിവസം ഞാൻ മോരുകറി ഉണ്ടാക്കിയതാണല്ലോ ഈ ചട്ടിയിൽ. ബട്ടർ കരിഞ്ഞതാണത്. പിന്നെ ഇത് എത്ര ക്ലീൻ ചെയ്തിട്ടും റെഡി ആവണില്ല. പിന്നെ ഇതിനെ ഞാൻ ക്ലീൻ ചെയ്യാനും മെനക്കിട്ടിട്ടില്ല. ഇനി എന്തായാലും ഒന്ന് മെനക്കിട്ട് നോക്കണം. അതിൻ്റെ ക്ലീൻ ചെയ്യാനുള്ള ടിപ്സൊക്കെ നോക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ ചട്നി റെഡിയായി. നിങ്ങൾ കിച്ചണിൽ കയറിയാൽ ഫസ്റ്റ് എന്താണ് ഉണ്ടാക്കൽ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുക കറിയാണ് കേട്ടോ. കറി ഉണ്ടാക്കിയ ശേഷമാണ് കടി ഉണ്ടാക്കുക. കറിക്കൾ അടുപ്പത്ത് വയ്ക്കും, എന്നിട്ട് കടി ഉണ്ടാക്കും. അപ്പോൾ എന്താവും, നമ്മളെ കറിയുടെ റെഡിയാവും ചെയ്യും. ഫസ്റ്റ് ട്രിപ്പ് കടിയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടവർക്ക് കഴിക്കും ചെയ്യാമല്ലോ. തണ്ടറേം. പിന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞിട്ട്, നമുക്ക് ഇഡലി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നോ, നമ്മൾ മാവ് അരയ്ക്കുമ്പോൾ തന്നെ തലേന്ന് തന്നെ ഉപ്പൊക്കെ ഇട്ട് അരച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം പിന്നെ നല്ല പോലെ പൊങ്ങി വരൂലേ. പൊങ്ങി വരുമ്പോൾ മാവ് മിക്സ് ചെയ്യാതെ ആ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങൾ ഉണ്ടാവില്ലേ, അത് മാത്രം അങ്ങനെ കോരിയിട്ട് നമ്മളെ ഇഡലി തട്ടിക്ക് ഇട്ട് കൊടുത്താൽ മതി. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി കിട്ടും. അത് മിക്സ് ചെയ്യുമ്പോൾ അത്ര അങ്ങോട്ട് സോഫ്റ്റ് ആവില്ല, എന്നാൽ സോഫ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആട്ടോ. നമ്മുടെ പച്ച ചട്നിയും ഇഡലിയും കണ്ടില്ലേ? എൻ്റെ ഇഡലി കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല നല്ല സോഫ്റ്റാണ്. ബബിൾസൊക്കെ വന്ന് നല്ല ചുറുക്കിൽ മൊഞ്ചിൽ സുന്ദരിയായി നിൽക്കുന്നുണ്ട്. പിന്നെ ചില ട്രിക്കുകളൊന്നും നമുക്ക് ആരും പറഞ്ഞു തരുന്നില്ല. പക്ഷെ നമ്മൾ സ്വയം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോ ട്രിക്കുകളും നമുക്ക് കിട്ടും. നമ്മൾ ആദ്യം എന്ത് ചെയ്യുമ്പോഴും അത് കുറേ പാളില്ലേ, അതൊക്കെ ശരി തന്നെയാണ്. അതിലൊന്നും ആരും പേടിക്കണ്ട. പിന്നെ നമ്മളതൊക്കെ പഠിച്ചെടുക്കും. ഞാനൊക്കെ ഈ ദോശ ചുട്ടതിൽ എങ്ങനെ ചുറ്റിച്ചാലും കിട്ടൂലെന്നില്ല. ഷേപ്പൊക്കെ മാറും കേട്ടോ. റൗണ്ടൊന്നും ആവില്ല, ചതുരോ വല്ല ത്രികോണോ അങ്ങനെയൊക്കെ ആയി മാറിയിരുന്നു. ഇപ്പം പിന്നെ ഒക്കത്തിന് ആ ഒരു താളം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇനി എങ്ങനെയായാലും പാളൂല. നമ്മൾ ആരാണ്? സ്ത്രീകളാണ്. അപ്പോൾ നമുക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. അപ്പം അത്രേ ഉള്ളൂ. നമ്മളെല്ലാം നേടണം. അതിനല്ലേ നമ്മൾ ജീവിക്കണതില്ലേ. നമ്മളൊന്ന് അടുക്കളയിൽ കയറിയില്ലെങ്കിൽ കാണാം നമ്മൾ അടുക്കളേൻ്റെ പൂരം. അതാണ് അവസ്ഥ. അപ്പം നമ്മളെ ദോശയായി, ചട്നിയായി, സാമ്പാറായി, ഇനി തിന്നാനായി, പാത്രം കഴുകലായി. ഇതൊക്കെ ഉണ്ടാക്കണം ഉറപ്പിക്കുക. പാത്രമാണെങ്കിലോ ഒരു മല ഉണ്ടാവും. എൻ്റെ പൊന്നേ, അതാണ് സഹിക്കാൻ കഴിയാത്തത്. അപ്പം നമ്മളെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ വിറകടുപ്പിൽ അങ്ങോട്ട് തീ കത്തിക്കുക കേട്ടോ. എന്താ ചെയ്യണേ, ഗ്യാസിനൊക്കെ പുട്ടുത്താൻ വിട്ട വിലയല്ലേ. എപ്പം തീയെന്നൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ കുറച്ച് ചകിരി കുറച്ച് കൂടുതലുണ്ട്, പിന്നെ ഓലക്കൊടിയും കുറച്ച് കൂടുതലുണ്ട്. തീ പിടിക്കാനൊക്കെ ഓലക്കൊടി ധാരാളം. അപ്പം എന്തായാലും ആ ചകിരിയും ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് നമ്മളെ ചോറിനങ്ങോട്ട് തീ കൂട്ടാന്ന് വെച്ച് ഇന്ന് അടുപ്പിങ്ങൊക്കെ ഇറങ്ങിയതാണ്. എനിക്ക് ഈ ഒരു തെങ്ങിൻ്റെ ആ പുതുമ്പൊക്കെ വെച്ചപ്പോഴേ എനിക്ക് എന്താ ഓർമ്മ വരുന്നതെന്നോ, പൊങ്കാലിടുന്നതില്ലേ, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. എനിക്ക് ഒരാഗ്രഹമുണ്ട്, സ്വന്തമായിട്ടൊരു വീട് കയറി വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് എനിക്കൊരു പൊങ്കാലിടണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീടുണ്ടാവുമല്ലോ, അതായത് നമ്മൾ ജനിച്ച് വളർന്ന വീട്, അവിടെയും തന്നെ പണി ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചിട്ടും എനിക്ക് ഇങ്ങനൊരു പൊങ്കാലിടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്തായാലും അടുത്ത പൊങ്കാല ആകുമ്പോഴേക്ക്, അതായത് എൻ്റെ സ്വന്തം നമ്മളെ ജനിച്ച് വളർന്ന വീടുണ്ടാവില്ലേ, ആ ഒരു വീട്ടിൽ നിന്ന് പൊങ്കാലിടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പത്തിന് പണിയൊക്കെ തീർന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവാല പാകത്തിലാവണം. അങ്ങനെ നമ്മളെ കഞ്ഞിക്കലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടോ. ഇനി അതിലാവട്ടെ, ഒന്നായിട്ടോട് വെക്കന്നെ.
ചോറൊക്കെ ഏകദേശം ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഊറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ചോറൂറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മളെ തേജുട്ടന് വന്നു നോക്കുമ്പോൾ തേജുട്ടന് നല്ല കാർട്ടൂണോ എന്തൊക്കെയോ കാണാം, ഷിൻചാനൊക്കെ കാണാണ്. പിന്നെ രാത്രിക്കത്തെ വിശേഷം കേട്ടോ, മക്കൾ പറഞ്ഞു നോമ്പ് തുറ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു വാശിയായിട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഏട്ടൻ്റെ മക്കളും എല്ലാവരും കൂടെ കൂടിയിട്ട് പൈസ ഒക്കെ പിരിച്ചിട്ട് ചെറിയൊരു നോമ്പ് തുറ ഓൽക്ക് വേണ്ടിയിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടോ. പത്തിരി, അതുപോലെ നെയ്ച്ചോറ്, ചിക്കൻ തേങ്ങ അരച്ചത്, പിന്നെ ഫ്രൂട്ട്സ്, അങ്ങനെ ഓൽക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്തിട്ട് ഭംഗിയാക്കി കൊടുത്തുട്ടോ. അതുപോലെ അങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ നമ്മൾ പിന്നെ നടത്തി കൊടുക്കാക്കണത് മോശമല്ലേ? അല്ല പിന്നെ. പക്ഷെ അവസാനം എന്താ സംഭവിച്ചതെന്നോ, ഇവർക്ക് ഇതൊന്നും തിന്നിട്ട് പോണില്ല. കാരണം ഒക്കെ പാടോട് കണ്ടിട്ട് ഇവർക്ക് ഏത് എടുക്കണം എന്നുള്ള ആകെ ഒരു ഭ്രാന്തായിട്ടോ. അപ്പം പിന്നെ ഇവർക്ക് ഏതും വേണ്ട, ഫസ്റ്റ് തന്നെ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ വയറട് നിറഞ്ഞില്ലേ, പിന്നെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. പിന്നെ ഇവരാകെ തിങ്ങി. ആദ്യമായിട്ടല്ലേ, അപ്പം ഞാൻ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ പറഞ്ഞു ഇത്രയൊന്നും സാധനങ്ങൾ വേണ്ട കേട്ടോ, ഞങ്ങളെ കൊണ്ട് കഴിയൂല തിന്നാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഇത്രേ ഉള്ളൂ കേട്ടോ. ഞങ്ങളെ വിശേഷങ്ങൾ ഇഷ്ടമായാൽ ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും രേഖപ്പെടുത്താം.